WHO കണക്കുകൾ പ്രകാരം ലോകത്തിലെ 50% വരുന്ന യങ്സ്റ്റേഴ്സും കേൾവിക്കുറവിന്റെ റിസ്കിലാണ്. അതായത് പെർമനന്റ് ഹിയറിംഗ് ഡാമേജ് ആണ് അവർക്ക് വരാൻ പോകുന്നത്. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? വർദ്ധിച്ചു വരുന്ന ഇയർഫോൺസിന്റെയും TWSന്റെ ഒക്കെ യൂസേജ് ആണ് ഈ കേൾവിക്കുറവിന് കാരണം. ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സേഫ് സൗണ്ട് ലെവൽ എന്ന് പറയുന്നത് 70 to 75 ഡെസിബിൾസ് ആണ്. എന്നാൽ നിങ്ങൾ ഇയർപോഡ്സിലോ അല്ലെങ്കിൽ ഇയർഫോൺസിലൊക്കെ 100% വോള്യത്തിൽ പാട്ട് കേൾക്കുകയാണെങ്കിൽ അത് 110 ഡെസിബിൾ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ 110 ഡെസിബിളിലൊക്കെ സ്ഥിരമായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ചെവിയിൽ 110 ഡെസിബിളിലൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെർമനന്റ് ഹിയറിംഗ് ഡാമേജ് ഉണ്ടാവുക എന്നുള്ളത് 100% ഷുവറാണ്. ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ റിസ്ക് കുറച്ച് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്കിൽ പോയിട്ട് ഹെഡ്ഫോൺ സേഫ്റ്റിയിൽ പോയിട്ട് റെഡ്യൂസ് ലൗഡ് നോയ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര ഡെസിബിൾ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ഹെഡ്ഫോണിലൂടെ കിട്ടേണ്ടതെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു 70-75 ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സാംസങ് ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റു ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വോളിയം ബട്ടൺ അമർത്തുമ്പോൾ വോളിയം അപ്പ് ചെയ്യുമ്പോൾ ഒരു വാർണിംഗ് കാണിക്കും. ആ ഒരു ലെവലിന് മുകളിലേക്ക് നിങ്ങൾ വോളിയം കൂട്ടാതിരുന്നാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫ് സൗണ്ട് ലെവലിൽ മാത്രം ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.